അപ്പോൾ ഈ മാജിക് ബാൻഡ് എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരേ കളറുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബോക്സ് വരച്ചിട്ട് കാണിച്ചു തരാം. ഒരു സർക്കിളിന് വരയ്ക്കാം. സർക്കിൾ എടുത്തു. ഓക്കെ, മാജിക് ബാൻഡ് എടുത്തിട്ട് ഇവിടെ യെല്ലോയിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പം എന്താ സംഭവിച്ചത്? യെല്ലോ മാത്രം സെലക്ട് ആയിട്ടുള്ളൂ. അങ്ങനെ ഓരോ സ്പെസിഫൈഡ് ഷേപ്പുകളിൽ സെലക്ട് ചെയ്യാനാണ്, അല്ലാതെ ഇമേജ് സെലക്ട് ചെയ്യാനല്ല മാജിക് ബാൻഡ്. ഫോട്ടോഷോപ്പിലത്തെ മാജിക് ബാൻഡ് ഇമേജിലെ പിക്സലുകൾ സെലക്ട് ചെയ്യാനാണ്. ഇല്യൂസ്ട്രേറ്ററിലെ മാജിക് ബാൻഡ് വന്നിട്ട് ഇപ്പം ഞാൻ റെഡിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡിലത്തെ എല്ലാ ഷേപ്പും, അതിപ്പോൾ സർക്കിൾ മാത്രമല്ല, അതേ റെഡ് കളർ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ സെലക്ട് ആവും. സ്ക്വയർ കൊടുത്താലും. അതിനാണ് ഇതിലെ മാജിക് ബാൻഡ്. അടുത്ത് വന്നിട്ട് ലാസോ ടൂൾ, അതും സെലക്ട് ചെയ്യാനാണ്. ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്ന പകരം ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യാം. നമുക്ക് വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ച് സെലക്ട് ചെയ്യാനാണ് ഇതിൽ ലാസോ ടൂൾ. ഓക്കെ, ഇനി ഇത് കളർ കൊടുക്കുന്ന കാര്യം എങ്ങനെ പറയാം. ഇതിൽ മുകളിൽ കാണാൻ പറ്റും, ടോപ്പിൽ ഇല്ലുസ്ട്രേറ്ററിൽ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്താൽ തന്നെ ഈ കാണുന്ന, ഞാൻ പറഞ്ഞു ഫസ്റ്റ് അത് പറയാൻ വിട്ടു. അതായത് ഇന്റർഫേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുകളിലുള്ളത് മെനു ബാർ, താഴെയുള്ളത് കൺട്രോൾസ് എന്ന് പറയും. ഇതിന് ഓപ്ഷൻ ബാർ പോലെ തന്നെയാണ് ഫോട്ടോഷോപ്പിലെ, പക്ഷേ ഇതിന്റെ പേര് പറയുന്നത് കൺട്രോൾസ് എന്നാണ് പറയാം. അതായത് ഓപ്ഷൻ ബാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിൻഡോസിൽ പോയിട്ട് എവിടെ ഓപ്ഷൻ ബാർ ഇരുന്ന് തപ്പും. ഓക്കെ, അതിൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇതേണ്ട വിൻഡോസിൽ മെനുവിൽ കൺട്രോൾസ് എന്ന് കാണുന്നില്ലേ, ഇതാണ് ആ മെനു. ഇപ്പോൾ കൺട്രോൾ ടിക്ക് ഓൺ ആണ്. ടിക്ക് ഓഫ് ആക്കി കഴിഞ്ഞാൽ ആ കൺട്രോൾ പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും വരണമെങ്കിൽ വീണ്ടും പോവുക, കൺട്രോൾ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കൺട്രോൾ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള ആ കളർ പാനൽ, പിന്നെ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ സ്ട്രോക്കിന് തിക്നെസ് കൊടുക്കുക, അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും കൺട്രോൾസിൽ. അതേപോലെ ടെക്സ്റ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റാനും ബോൾഡ് ആക്കാനും, അതിനുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൺട്രോൾസിൽ കിട്ടും. ശരിക്കും ഏകദേശം നിയർ ആയിട്ട് ഓപ്ഷൻ ബാർ പോലെ തന്നെ. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒബ്ജക്റ്റിന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കളേഴ്സ് കാണും. കോറൽ ഡ്രോയിൽ താഴെ നീളത്തിൽ കാണാൻ പറ്റും. ഇല്ലുസ്ട്രേറ്ററിൽ ഇവിടെ ഒരു ഒതുക്കത്തിൽ കാണും. നമുക്കിത് ഇവിടെ നീക്കാം. ഓക്കെ, ഞാനിവിടെ ബ്ലൂവിൽ സെലക്ട് ചെയ്തതിന് അതാ ബ്ലൂ കളറായി. ഓക്കെ, അതിന് തൊട്ട് ഇവിടെ കാണുന്നത് എന്തായിരിക്കും? ഇത് വന്നിട്ട് ഫിൽ കളറ്, ഇത് വന്നിട്ട് സ്ട്രോക്ക്. അത് കണ്ട, ഇതിൻ്റെ സ്ട്രോക്ക് വന്നിട്ട് തിക്നെസ് കുറവായ കാരണം ചെറുതായിട്ട് കാണുന്നതിന് തിക്നെസ് ഇവിടെ കൂട്ടി. കണ്ട, തിക്നെസ് കൂട്ടുമ്പോൾ ബ്ലാക്ക് ആണ് ഇപ്പോൾ അതിൻ്റെ കളർ. കണ്ടല്ലേ, ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കളർ ഞാനിവിടെ മെറൂൺ കളർ കൊടുത്തപ്പോൾ എന്തായി? സ്ട്രോക്കിൻ്റെ കളർ. അതാണ് സ്ട്രോക്കിൻ്റെ കളർ. നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുകൂടാതെ ടൂൾ ബോക്സിൽ നമുക്കിവിടെ കളർ കാണാൻ പറ്റും. വേണ്ട, നമുക്ക് ഫോട്ടോഷോപ്പിൽ പോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് കളർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കളർ മാറ്റി ഓക്കെ കൊടുത്തു. വേണ്ട, അവിടെയും കളർ മാറി, സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലും കളർ മാറി. അതേപോലെ സ്ട്രോക്ക് മാറ്റണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെയും കളർ ചൂസ് ചെയ്യുക. ഇവിടെ പോയിട്ടും ഇത് വന്നിട്ട് ഡിഫാൾട്ടായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കളറുകളാണ്, ഫിക്സഡാക്കി വെച്ചിരിക്കുകയാണ്. സ്വാച്ചസ് എന്ന് പറയുന്നതിന്, അതിവിടെ സ്വാച്ചസ് പാനൽ ഇവിടെ ഉണ്ട്. വേറെ ഇതവിടെ സ്വാച്ചസ് എഴുതിയിരിക്കണല്ലേ, ആ പാനലാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ ലെയറിൻ്റെ പ്രാധാന്യം ഇല്ല എന്ന് പറഞ്ഞു. എന്താ കാരണം പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ ലെയർ വഴിയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഇവിടെ ഞണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രോക്ക് കളർ വേണ്ട പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന റെഡ് ലൈനില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ സ്ട്രോക്കിൻ്റെ കളർ ഞണ്ടാവും, അതായത് ഇല്ലാണ്ടാവും. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുമ്പോഴത്തേന് എന്താണ്, ഒരു ട്രാൻസ്ഫോമിൻ്റെ ഒരു ടൂൾ വരുന്നുണ്ട്. നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിൽ അടിക്കണ്ട, സെലക്ട് ചെയ്താൽ തന്നെ അതിൽ ട്രാൻസ്ഫോമിൻ്റെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒബ്ജക്റ്റ്, ഇപ്പോൾ 2 ഒബ്ജക്റ്റ് ഉണ്ട് പറഞ്ഞാൽ ആൾട്ട് പിടിച്ച് ഞാൻ ഡ്രാഗ് ചെയ്തു. വേണ്ട, 2 ഒബ്ജക്റ്റ് ഇപ്പോൾ ഏതാ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഇതാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. കളർ മാറ്റി കാണിച്ചു തരാം. ഇപ്പോൾ ഏതാ സെലക്ട് ചെയ്തിരിക്കുന്നത് അറിയോ? റെഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആണോ? ഇപ്പോൾ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല.
എന്താ കാരണം? ഏതിലെ ട്രാൻസ്ഫോമിൻ്റെ ആ ഐക്കൺ ആ ലൈനേ വന്നിട്ടില്ല. ഇതിൽ ബ്ലൂവിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ബ്ലൂ സെലക്ട് ആയത്. റെഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ആവും. ഓക്കെ, ഇനി ഷിഫ്റ്റ് പിടിച്ചിട്ട് റെഡിനും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോക്സ് ഇപ്പം എന്തായി? വലുതായി. ബ്ലൂവിനും റെഡിനും ചേർന്ന ഒരു വലിയൊരു ബോക്സായി. അപ്പോൾ മനസ്സിലാക്കണം, രണ്ടും കൂടി സെലക്ട് ആയിരിക്കുന്നുണ്ട്. അതുകൂടാതെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഒരു ചെറിയൊരു നമുക്കുള്ള ഇതിൽ ആങ്കർ പോയിന്റ് കാണാൻ പറ്റും. ഇവിടെ കേട്ടോ, ചെറുതായിട്ട് കാണുന്നുണ്ട് ആങ്കർ പോയിന്റ്, കണ്ടില്ലേ? അതുവഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സെലക്റ്റഡ് ആണ് എന്നുള്ളത്. ഇപ്പം ഞാൻ ഈ ബ്ലൂ കളറിൻ്റെ ഫില്ല് സ്ട്രോക്കാക്കി മാറ്റണം പറഞ്ഞാൽ ഇവിടെ പോയി ഈ കാണുന്ന ടൂൾ ബോക്സിൽ ഈ ആരോ ഇല്ലേ, അതിൽ സ്വാപ്പ് ഫില്ലിട്ട് സ്ട്രോക്ക് എന്ന് കാണിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ആ ഫില്ല് സ്ട്രോക്കിലേക്ക് ജമ്പ് ആവും. ഫില്ല് രണ്ടാവും. ഇപ്പം രണ്ട് എന്താണ്? ഫില്ലാണ്. കണ്ട അവിടെ റെഡ് ലൈൻ കാണുന്നില്ലേ? ഇപ്പം റെഡിൽ കളറില്ല, സ്ട്രോക്കിലാണ്. സോറി, മറ്റേ ഫില്ലിൽ കളറില്ല, സ്ട്രോക്കിലാണ് കളറുള്ളത്. വീണ്ടും ഞാൻ സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളർ അങ്ങോട്ട് ജമ്പായി. അതായത് സ്ട്രോക്കും ഫില്ലും ആണ് ഇതിൽ. ഫോട്ടോഷോപ്പിൽ ബാക്ക്ഗ്രൗണ്ട് കളറ്, ഫോർഗ്രൗണ്ട് കളർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് സ്ട്രോക്ക് ഫില്ല് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ,